സൂറത്തുൽ കഹ്ഫിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആ സൂറത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയമുള്ള ചെറുപ്പക്കാരാ? അതിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ ഏതെങ്കിലും മനുഷ്യനെ പെടുന്ന മനപ്പാഠമാക്കിയാൽ, അതിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹു പടച്ച തമ്പുരാൻ അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ എന്റെ പ്രിയമുള്ളവരെ, മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്രമി കടന്നു വരുമ്പോ കയ്യിൽ വെച്ച് തീപ്പന്തമുണ്ടാക്കുന്ന, ആകാശത്ത് നിന്നുകൊണ്ട് പേമാരി പെയ്യിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ഈമാനെ കവർന്നെടുക്കാൻ വേണ്ടി കടന്നു വരുന്ന ആ മസീഹുദ് ദജ്ജാലിന്റേതായ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് പ്രിയമുള്ളവരെ? മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ആളുകള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്ത് ഏതൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ പെടുന്ന മനപ്പാഠമാക്കുന്നോ, അൽഹംദുലില്ലാഹ്, അവനപ്പെടുന്ന ആ മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തിരിയുന്നു എന്ന അഭിപ്രായമുള്ള കൈവയ്ക്കേ, മെല്ലെ കൈവയ്ക്കേ. മനസ്സിലാവുന്നുണ്ടല്ലോ? മാഷാ അല്ലാഹ്. അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. അവിടെയും കുറെ ഉമ്മമാരുണ്ട്, ഇവിടെയുണ്ട്, തെക്കുണ്ട്, വടക്കുണ്ട്, കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്. 4 ദിശയിൽ ആള് വേണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലേ. തെക്കുണ്ട്, കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, എല്ലാം 4 ദിശയിലും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസമില്ല. സെക്രട്ടറി പോവല് പാട്ട് പാടാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് സെക്രട്ടറിയുടെ പാട്ടുണ്ടായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ ഏതൊരു മനുഷ്യൻ കാണാതെ പഠിച്ചോ അവന് മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ കാണാതെ അറിയാവുന്നവരെന്ന് കൈവയ്ക്കേ. സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്ത് കാണാതെ അറിയാവുന്നവരെന്ന് കൈവയ്ക്കേ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കഹ്ഫ്. ഇൻഷാ അല്ലാഹ് അത് അറിഞ്ഞുകൂടാത്തവർ എത്രയും പെട്ടെന്ന് കാണാതെ പഠിക്കുകയും എന്ന് ഓതി നോക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാണാതെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരെന്ന് കൈവയ്ക്കേ. വെള്ളിയാഴ്ച സുന്നത്തായിട്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവർ. അപ്പൊ നിങ്ങളത് പാരായണം ചെയ്യൂലല്ലേ? സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണത്. ഞാൻ ആദ്യം എന്നോട് പറയുന്നു, ശേഷം നിങ്ങളോട് പറയുന്നു, ഈ സൂറത്ത് പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച ഓതൊരു സുന്നത്തായ സൂറത്താണല്ലേ. അത് വലിയ പോലിഷാണ്. അതിന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. നമുക്കൊരു ക്ലാസ് വെക്കണം അല്ലേ സ്ത്രീകൾക്ക്? സെക്രട്ടറി വെക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് വെക്കണം. കുറെ കാര്യങ്ങൾ സ്ത്രീകളൊക്കെ മനസ്സിലാക്കാനുണ്ട്, കുറെ വിഷയങ്ങളൊക്കെ തിരിയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഴുതിൽ നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. നല്ല ക്ലാസ് വെക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തായാലും ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നില്ല. ഈ 10 ആയത്തുകൾ കാണാതെ പഠിക്കുന്നവർക്ക് ദജ്ജാലിന്റെ മസീഹുദ് ദജ്ജാലിനെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കും അല്ലേ? ശരി. ആ സൂറത്തിൽ പറയുന്ന ചരിത്രമാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഏറ്റവും വലിയ ഇൽമുള്ള ആൾ ആരെന്ന് ചോദിച്ചു, ഞാനാണ്. അല്ലാഹ് പറഞ്ഞു, അല്ല, ഒരു വിഷയത്തിൽ നിങ്ങളെക്കാളും ഇൽമുള്ള അറിവുള്ള ഒരാളുണ്ട്, എന്റെ ഒരു ഇഷ്ടദാസനുണ്ട്. എന്റെ പക്കൽ നിന്നും ലദുന്നിയായ ഇൽമ, കിതാബ് പഠിച്ചിട്ടുള്ള ഇൽമല്ല, എന്റെ പക്കൽ നിന്നും ഉള്ള ലദുന്നിയായ ആധ്യാത്മിക ജ്ഞാനം ഞാൻ കൊടുത്തിട്ടുള്ള ഒരു അടിമ, എന്റെ ഇഷ്ടപ്പെട്ട അടിമ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. പോവാൻ പറഞ്ഞിട്ടില്ല. പോവാൻ
പോവാൻ പറഞ്ഞോ? ഇല്ല, അവിടെ ഉണ്ടെന്നേ പറഞ്ഞു. മൂസാ നബി പറഞ്ഞു എനിക്ക് കാണണം. മൂസാ നബി പറഞ്ഞു എനിക്ക് കാണണം അലൈഹിസ്സലാം. അങ്ങനെ മൂസാ നബിയോടൊപ്പം ഒരു സഹായിയുണ്ട്, യൂശഅ ബിൻ നൂൻ എന്നാണ് പേര്. രണ്ടുപേരും കൂടി നടക്കുകയാണ്. അല്ലാഹ് പറഞ്ഞു രണ്ട് സമുദ്രങ്ങൾ ചേരുന്നൊരു ഭാഗത്താണ്. രണ്ട് സമുദ്രങ്ങൾ ചേരുന്നൊരു ഭാഗത്ത് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയും. എന്ന് പറയും മജ്മഉൽ ബഹ്റൈൻ. രണ്ടുപേരും കൂടി ചെല്ലുകയാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ പറഞ്ഞു മൂസാ നബിയെ, നിങ്ങളൊരു മീനെ പിടിക്കുക, ആ മീനിനെ നിങ്ങൾ പാചകം ചെയ്യുക, അത് നിങ്ങളുടെ കുട്ടയിലാക്കുക. കുട്ട അറിയാലോ, ഭക്ഷണം കൊണ്ടുവന്ന കുട്ട. ഈ മീൻ എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നോ അത് വഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആ മനുഷ്യന്റെ അടുക്കൽ എത്താം. അള്ളാഹു പറഞ്ഞു കൊടുത്ത അറിയിച്ചു കൊടുത്തൊരു അടയാളമാണ്. രണ്ടുപേരും കൂടി ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഈ മഹാനെ കണ്ടേ മതിയാകുമെന്ന് മൂസാ നബി പറയാണ്. ഈ മഹാനെ കണ്ടേ മതിയാകൂ. എന്നെക്കാളും ഒരു വിഷയത്തിൽ അറിവുള്ള ആളോ, എന്നെക്കാളും അറിവുള്ള ആളോ എനിക്ക് ഇനി കണ്ടെത്തണം. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ മഹാൻ. ഇന്നും പറ മനുഷ്യന്മാരെ, ഒന്ന് വാതുറന്ന് പറ മനുഷ്യന്മാരെ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മൂസാ നബി പറഞ്ഞു തന്റെ ഭൃത്യനോട് പറഞ്ഞു, മോനെ എന്തെല്ലാം ചെയ്താലും ശരി തന്നെ പ്രിയമുള്ള പൊന്നുമോനെ, അവിടെന്നതാ നമ്മൾ അവിടുന്ന് യുഗങ്ങൾ താണ്ടിയാലും ശരി തന്നെ അല്ലാഹുവേ പടച്ചവരേ, നമുക്ക് അവിടുന്ന് യുഗങ്ങളോളം സഞ്ചരിച്ചാലും ഇൻഷാ അല്ലാഹ് ആ മനുഷ്യനെ, ആ മഹാനെ കാണാതെ നമുക്ക് പിന്മാറുകയില്ല. അവസാനം മൂസാ നബി കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ സമയത്തെ അവിടുന്ന് കൊന്നുകളയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ ഒരു തവണയെങ്കിലും പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുകയാ. فلما بلغ مجمع بينهما نسي حوتهما فاتخذ سبيله في البحر سربا. തന്റെ ഭൃത്യനും തന്റെ ജോലിക്കാരനും തന്റെ കൂട്ടുകാരനുമായി കടന്നു ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് യാത്ര ചെയ്യുകയാണ്. പടച്ചവനെ ഒരു സമയത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഫലമ്മാ ജാവസാ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. അല്ലയോ പ്രിയമുള്ള പൊന്നുമോനെ, ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോയല്ലോ, എനിക്ക് ഒരുപാട് ദാഹിക്കുന്നുണ്ട് പൊന്നുമോനെ, വല്ലാതെ എനിക്ക് വിശക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കാനുണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കുകയാണ്. ആ ഭൃത്യനായ യൂശഅ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറയുകയാണ്, യാ നബി നബിയെ കഴിക്കാൻ, നബിയെ നമുക്ക് ആഹാരം കഴിക്കാൻ നബിയെ. രണ്ടുപേരും അവിടെ നിന്ന് ആഹാരം കഴിക്കാനിരിക്കുകയാണ്. മജ്മഉൽ ബഹ്റൈനിന്റെ അടുക്കളയിലേക്ക് അവിടെ നിന്ന് കടന്നു വന്നു. അതല്ല, അത് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് കടന്നു പോയിരിക്കുകയാണ്. എന്നാൽ ആഹാരം കഴിക്കാൻ വേണ്ടി തന്റെ കൂടെ അവിടെ നിന്ന് തപ്പി നോക്കുമ്പോ, തന്റെ കുട്ട അവിടെ നിന്ന് തപ്പി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നസിയ ഹുതഹുമാ, രണ്ടുപേരുടെയും മീൻ അവിടെ നിന്ന് ചാടിപ്പോയിരിക്കുകയാണ്. പാചകം ചെയ്ത് വെച്ച് പോയ അല്ലാഹു പറഞ്ഞു കൊടുത്ത അടയാളം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സഞ്ചരിച്ചു കൊണ്ടുവന്ന വഴിയിലൂടെ അവിടെ നിന്ന് അത് കഴിഞ്ഞു പോയ സമയത്ത് രണ്ടുപേരും അറിഞ്ഞില്ല. മീൻ അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ചാടിപ്പോയി. അത് ജീവനുള്ള മീനല്ല, അത് ആഹാരം പാചകം ചെയ്ത മീനാണ്. അതവിടെ നിന്ന് ചാടിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുകയാണ്, യാ അല്ലാഹ്, പടച്ചവനെ ഇത് ചെയ്തത് ആരാണ് റബ്ബേ? അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് അവിടെ നിന്ന് സഞ്ചരിച്ചല്ലോ റബ്ബേ, ഒരുപാട് സഞ്ചരിച്ച് ഇപ്പുറത്ത് വന്നല്ലോ, ഞങ്ങളുടെ വഴി അവിടെ നിന്ന് തെറ്റിപ്പോയോ തമ്പുരാനെ? വമാ അൻസാനിഹോ ഇല്ല ശൈത്വാൻ.
അല്ലാഹുവേ ശപിക്കപ്പെട്ടവരാന പിശാച് അവിടെ നിന്ന് കടന്നു വന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ യാത്രയിൽ ഞങ്ങളെ വസ്വാസാക്കാൻ കടന്നു വന്നോ, അവൻ അവിടെ നിന്ന് ഞങ്ങളെ മറപ്പിച്ചോ. പടച്ചവനെ ഞങ്ങൾ ഇറങ്ങേണ്ടതായ സ്ഥലം കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്തോ റബ്ബേ. പടച്ചവനെ നീ പറഞ്ഞ അടയാളം നമ്മിൽ നിന്നും രക്ഷപ്പെടുകയാണ്, ആ അടയാളം നഷ്ടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്, യൂശഅ നബിയും ചെല്ലുകയാണ്. രണ്ടുപേരും എന്റെ പ്രിയമുള്ളവരെ ആ നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തിന്റെ അടയാളം നോക്കിയിട്ട് ചെല്ലുകയാണ്. ഏതെല്ലാം രീതിയിലാണ് അത് സഞ്ചരിച്ചതെന്ന് കണ്ടെത്തി ചെല്ലുകയാണ്. യാ അല്ലാഹ്, അവസാനം ആ മത്സ്യം സഞ്ചരിച്ച അടയാളം നോക്കി കടന്നു ചെന്നപ്പോ അതാ ഒരു സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഒരു വഴി കാണുകയാണ്, ഒരു ദ്വീപിന്റെ ഉള്ളിലേക്ക് ഒരു വഴി കാണുകയാണ്. ഒരു സമുദ്രത്തിന്റെ ഉള്ളിലൂടെ ഒരു ചെറിയ ദ്വീപിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ഒരു വഴി അവിടെ നിന്ന് കാണുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുകയാണ്. അതാ കടന്നു ചെല്ലുമ്പോൾ ഫവജദ ഇൻദഹാ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അല്ലാഹുവേ പടച്ചവനെ ആ വഴിയിലൂടെ കടന്നു ചെന്നപ്പോ അതാ മുഖം അവിടുന്ന് പ്രശോഭിക്കുന്ന അല്ലാഹുവിന്റെ ലദുന്നിയായ ഇൽമ അവിടുന്ന് ലഭിച്ചു പോയ, അവിടുന്ന് ആധ്യാത്മികമായ പൊരുൾ അവിടുന്ന് അറിഞ്ഞു പോയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഅരിഫത്തിന്റെ ഇൽമിന്റെ പ്രശോഭിതമായ മുഖം കൊണ്ട് അവിടുന്ന് പ്രകാശപൂരിതമായ ഒരു മനുഷ്യന്, ആരും കാണാത്ത മനുഷ്യൻ. എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വിഷയത്തിന്റെ കാതലാണ്. ആ വഴിയിലൂടെ കടന്നു ചെന്നുകൊണ്ട് ആ ദ്വീപിലേക്ക് കടന്നു പോയപ്പോ മഹാനായ മൂസാ നബി അവിടെ അത്ഭുതപ്പെടുകയാണ്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ, എന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട അല്ലാഹുവിന്റെ മഅരിഫത്തിന്റെ ഇൽമ അവിടുന്ന് ലഭിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനായ സയ്യിദുനാ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ മൂസാ നബിയേക്കാൾ ഒരു വിഷയത്തിൽ അറിവുള്ള മഹാനാണ്. മഅരിഫത്തിന്റെ ഇൽമിന്റെ വിഷയത്തില് അല്ലാഹു അഗാധമായ ജ്ഞാനം കൊടുത്തു പോയ വലിയ മഹാനാണ്. യാ അല്ലാഹ്, ആ മഹാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. മൂസാ നബി ചെല്ലുമ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുകയാണ് ആ ദ്വീപിന്റെ ഉള്ളില്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സലാം പറയുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് പറയുകയാ, അസ്സലാമു അലൈക്കും യാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഹല്ലത്തബിഉക ഹല്ലത്തബിഉക. ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ് മൂസാ നബി, നിങ്ങളെ ഞാൻ പിന്തുടരട്ടെ, നിങ്ങളെ കൂടെ ഞാൻ കൂടട്ടെ, എന്നെ നിങ്ങളെ ഒപ്പം കൂട്ടോ? മനസ്സിലായോ? മനസ്സിലായോ? ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? പകുതി ഉറക്കവും പകുതി ഉണർച്ചയാണോ? ഉറങ്ങാണോ? നല്ല പടിഞ്ഞാറ് ഭാഗത്ത് നല്ല കാറ്റുണ്ട്, പിന്നെ മനോഹരമായ രീതിയിൽ വാഴ ഇങ്ങനെ പറയുമ്പോ നല്ല രസമുണ്ട് ഉറങ്ങാൻ അല്ലേ? ഉറങ്ങാണോ? ഉറക്കില്ലല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു നിങ്ങൾ ആരൊക്കെയാണ് ഉറങ്ങണേന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് എല്ലാം കാണുന്നുണ്ട്, ഉറങ്ങുന്നില്ല എന്ന് മാത്രം പറയുന്നത്. സ്ത്രീകൾ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള വിഷയം എനിക്കറിയാൻ വയ്യ, അവർ ഇരുട്ടത്തായോ ഉണ്ട് എനിക്കറിയാൻ വയ്യ. ഉറക്കില്ലല്ലോ? ഇല്ല, അൽഹംദുലില്ലാ. പെട്ടെന്ന് നിർത്താം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചായ ഒന്നുമില്ല, ആ പായസം കൊടുക്ക്, ആ കൊടുക്ക്, മാഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ ഇനി ഒരു പാട്ടും കൂടെ പാടിയല്ല ഓക്കെ. അവിടെ നിന്ന് സമ്മതിച്ചു വന്നിട്ട് ഇവിടെ സമ്മതിച്ചു, പിന്നെ മതി, വാഴ കഴിഞ്ഞിട്ട് മതി.
ഇപ്പൊ പാടണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല ഗായകനാണ് അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ. ഇന്ന് എനിക്കൊരു പാട്ട് പാടി തന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ലേലത്തിന് മുന്നേ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. അഷ്റഫുക്ക പാടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, മൂപ്പരെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സെക്രട്ടറി പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്. അങ്ങനെ കടന്നു ചെന്ന സമയത്ത് മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം, ആരാണ് ആ മഹാൻ? ഹിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരിക്കുക. സലാം പറഞ്ഞു, സലാം മടക്കി. മൂസാ നബി ചെന്നിട്ട് ഒരേ ഒരു ചോദ്യം, ഹൽ അത്തബിഉക, നിങ്ങളെ ഞാൻ തുടർന്നോട്ടെ, നിങ്ങളെ ഞാൻ പിൻപറ്റിക്കോട്ടെ, നിങ്ങളെ കൂടെ ഞാൻ കൂടിക്കോട്ടെ എന്ന് ആര് ചോദിച്ചു? മൂസാ നബി ചോദിച്ചു. ഹിദർ നബി എന്ത് പറഞ്ഞു? ഹിദർ നബി എന്ത് പറഞ്ഞു? അല്ലാഹുവേ, പടച്ചവനെ, റബ്ബിന്റെ പ്രവാചകനായ അല്ലാഹുവിന്റെ റസൂലായ നബിയായ മൂസാ നബി പറയുകയാ, അല്ലത്തബിഉക, നിങ്ങളെ ഞാനൊന്ന് പിന്തുടർന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ ഹിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നക ലൻ തസ്തതിഅ മഇയ സുബ്റാ, നിങ്ങൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ച് നിൽക്കാൻ പറ്റൂല മൂസാ നബിയെ. ഈ ചരിത്രം അറിയാവുന്നവർ കൈപൊക്കിക്കേ. ഈ ചരിത്രം ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ധൈര്യം. ഈ ചരിത്രം അറിയാൻ ചോദിക്കുന്നില്ല, ആ ചരിത്രം പറയാനൊന്നും ഞാൻ പറയുന്നില്ല. അറിയാവുന്നവർ കൈപൊക്കി. മാഷാ അല്ലാഹ്, നമ്മളെ മാഷിനെ അറിയാം, അതുപോലെ തന്നെ ഒരു സഹോദരിക്ക് അറിയാം. അപ്പൊ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് പറയാം. ഒരു ആവേശം. അല്ലാഹു സ്വീകരിക്കട്ടെ. ചോദിച്ചു, എന്തേ പോകുന്നത്? നിങ്ങളെ കൂടെ പിന്തുടരാൻ, നിങ്ങളെ കൂടെ കൂടാൻ പറഞ്ഞു. മോനെ പറ്റൂല, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ, നിങ്ങൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ച് നിൽക്കാൻ പറ്റൂല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ,